മക്കൾസ് വെൽക്കം ടു ഫ്യൂച്ചർ പവർഡ് ബൈ ഗൂഗിളും കുഞ്ഞുങ്ങൾ സ്മൂത്ത് സീരീസ് ചെയ്യാം. സോ മക്കളെ, +2 മാത്സിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രി. ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിൽ നിന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ്, അതായത് -1/2. കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ്, സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് നെഗറ്റീവ് വാല്യൂ വരുമ്പോൾ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അതിൽ കൺഫ്യൂഷൻ വരാൻ പാടില്ല. ഷുവറായിട്ടും ചോദിക്കൂടാ. നിങ്ങളുടെ ഓണ പരീക്ഷയ്ക്ക് ഷുവറായിട്ടും ഷുവർ എന്തായാലും വരും. 100% ഉറപ്പാണ്. സോ ആ കൺഫ്യൂഷൻ ഒക്കെ ഈ ഒരു 3 ക്വസ്റ്റ്യൻ ചെയ്തു തരാം. ആ 3 ക്വസ്റ്റ്യൻ അങ്ങോട്ട് ക്ലിയർ ആക്കി പോയിക്കോ. റെഡി ആണല്ലോ? സോ മക്കളെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, നിങ്ങളെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്തെടുക്കണം കേട്ടോ. റെഡി? സോ നോക്കിക്കോ, കോസ് ഇൻവേഴ്സ് -1/2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം രണ്ട് സെറ്റ് ആക്കുക. സൈന്, കോസ്, ടാൻ, കൊസീക്ക്, സീക്ക്, കോട്ട്. ഇവരെ രണ്ട് സെറ്റ് ആക്കുക. ഏതൊക്കെ സെറ്റ് ആണ്? സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ്, അതുപോലെ തന്നെ കൊസീക്ക് ഇൻവേഴ്സ് മൈനസ് എക്സ്, ടാൻ ഇൻവേഴ്സ് മൈനസ് എക്സ്. ഇവരെ 3 പേരും ഒരു സെറ്റാ. ആ 3 പേരെയും പ്രത്യേകത എന്താ അറിയോ? സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. ആ മൈനസ് പുറത്തേക്ക് വരും. ടാൻ ഇൻവേഴ്സ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. കൊസീക്ക് ഇൻവേഴ്സ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ആണ്. ഇതിന്റെ പ്രൂഫ് ഒക്കെ നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ വന്നു എന്നുള്ളതൊക്കെ. യെസ്, ഇതൊരു സെറ്റ് ആണ്. ഇനി നെക്സ്റ്റ് സെറ്റ് ആണ് ഇതിലില്ലാത്ത ബാക്കിയുള്ളവര്, കോസ്, സീക്ക്, കോട്ട്. അതൊരു സെറ്റാ. അപ്പൊ ഈ സെറ്റ് ഓർമ്മ വരാൻ വേണ്ടി നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. കോഴിക്കോട് എന്നുള്ളത് മാറ്റിയിട്ട് കോസിക്കോട്ട് എന്നുള്ള ഒരു ട്രിക്ക് ഒക്കെ. കോസിക്കോട്ട്, കോസ്, സീക്ക്, കോട്ട്. പഠിച്ചിട്ടില്ലെങ്കിൽ ഇപ്പൊ പഠിച്ചോ. കോസിക്കോട്ട്, കോഴിക്കോട് എന്ന് ആലോചിച്ചാൽ മതി. കോസിക്കോട്ട്, കോസ്, സീക്ക്, കോട്ട് വന്നാൽ ഈ ഒരു ഫോമിലാണ് മാറുക. അല്ലാത്തതൊക്കെ നേരെ മൈനസ് പുറത്തേക്ക് വരും. എന്താണ് ആ ഫോം? കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ്. പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ്. ഇതിന്റെ പ്രൂഫ് നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇത്ര പഠിച്ചാൽ മതി, പ്രൂഫ് ഒന്നും പഠിക്കണ്ട. സീക്ക് ഇൻവേഴ്സ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ പൈ മൈനസ് സീക്ക് ഇൻവേഴ്സ് എക്സ് ആണ്. ആൻഡ് കോട്ട് ഇൻവേഴ്സ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പം കോസിക്കോട്ട്, കോസ്, സീക്ക്, കോട്ട് വന്നാൽ പൈ മൈനസ് ആ വാല്യൂ കോസ് ഇൻവേഴ്സ് എക്സ്, സീക്ക് ഇൻവേഴ്സ് എക്സ്, അതുപോലെ തന്നെ കോട്ട് ഇൻവേഴ്സ് എക്സ്. റെഡി ആണല്ലോ? യെസ്. സൈനും കൊസീക്കും ടാനും വന്നാലോ നേരെ അതിന്റെ പുറത്തേക്ക് പോകും. എവിടെ? യെസ്, അതിന്റെ പുറത്തേക്ക് മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ്, മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ്, മൈനസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ്. സെറ്റ് ആയോ? അപ്പൊ കോസിക്കോട്ടിന്റെ സെറ്റ്, ബാക്കിയുള്ളൊരു സെറ്റ്. ഇത് അവിടെ വെക്കുക. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇനി ഓരോ ക്വസ്റ്റ്യൻ, ഒരു 3 ക്വസ്റ്റ്യൻ ക്ലിയർ ആക്കി അങ്ങോട്ട് പറഞ്ഞുതരാം. കോസ് ഇൻവേഴ്സ് -1/2. കോസ്, അപ്പൊ കോസിക്കോട്ടിലുള്ളതാ. ആലോചിച്ചാൽ മതി, കോസിക്കോട്ടിലുള്ളതാ. അപ്പൊ പൈ മൈനസ് ആ. ക്ലിയർ ആണല്ലോ? കോസ് ആണ്, അപ്പൊ കോസിക്കോട്ടിലുള്ളതാണ്, അപ്പൊ പൈ മൈനസ് ആ. അപ്പൊ കോസിക്കോട്ടിൽ ഇല്ലാത്തതാണെങ്കിൽ വെറും മൈനസ് ഇട്ടാൽ മതി. അപ്പൊ പൈ മൈനസ്. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് -1/2 എന്ന് പറഞ്ഞാൽ പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് ഇൻവേഴ്സ് 1/2. റെഡി ആണല്ലോ? പൈ മൈനസ് കോസ് ഇൻവേഴ്സ് 1/2. ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ മൈനസ് വാട്ട് ഈസ് കോസ് ഇൻവേഴ്സ് 1/2? കോസ് ഇൻവേഴ്സ് 1/2 എന്താ? കോസ് ഏത് ആംഗിൾ ആണ് 1/2 വരെ എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈൻ 30, സൈൻ π/6 എന്താണ്, സൈൻ 45 π/4 എന്താണ്, സൈൻ 60 എന്താണ്, അതുപോലെ തന്നെ കോസ് 30, കോസ് 60, കോസ് 45 ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ 1/2 കോസിന്റെ ഏതിലാ 1/2 വരിക? കോസ് 60 അല്ലേ 1/2? കോസ് π/3 ആണ് 1/2. കോസ് π/3 ആണ് 1/2. കോസ് π/3 ആണ് എന്ത്? 1/2. അപ്പൊ കോസ് ഇൻവേഴ്സ് 1/2 എന്ന് പറഞ്ഞാൽ π/3 ആണ്. അപ്പൊ π/3 ഇത്രയേ ഉള്ളൂ. കോസ് π/3 ആണ് 1/2. സോ കോസ് ഇൻവേഴ്സ് 1/2 ഈക്വൽ ടു π/3. ഇനി ഇത് അങ്ങോട്ട് ചെയ്താൽ മതി, പരിപാടി കഴിഞ്ഞു. ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ /1 ഇട്ട് കൊടുക്കുക. 3 × π എന്താണ്? 3π മൈനസ് 1 × π ഡിവൈഡഡ് ബൈ 1 × 3. 1 × 3 3 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 3π മൈനസ് π. 3πയിൽ നിന്ന് π കുറച്ചാൽ എത്രയാണ്? 2π. സോ ദ ആൻസർ ഈസ് 2π/3. 2π ഡിവൈഡഡ് ബൈ 3. പരിപാടി കഴിഞ്ഞു. വെരി സിമ്പിൾ ആണ്. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നിന്ന് എന്റെ മക്കൾ മാർക്ക് കളയരുത് കേട്ടോ. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. 100% ഈ ക്വസ്റ്റ്യൻ നിങ്ങളെ ഓണ പരീക്ഷയ്ക്ക് നിങ്ങൾ കണ്ടിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ മുട്ടായി. യെസ്, ഓക്കെ, റെഡി? സോ മക്കളെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. സൈൻ ഇൻവേഴ്സ് -1/2. സൈൻ ഇൻവേഴ്സ് -1/2. മക്കളെ, സൈൻ ഇൻവേഴ്സ് ആണെങ്കിൽ സൈൻ കോസിക്കോട്ടിലുണ്ടോ? ഇല്ല. കോസിക്കോട്ടിൽ നിന്നുള്ള സെറ്റിൽ ഉണ്ടെങ്കിലാണ് പൈ മൈനസ് വരിക. കോസിക്കോട്ടിൽ ഇല്ലാത്തതുകൊണ്ട് സൈൻ ഇൻവേഴ്സ് -x എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് സൈൻ ഇൻവേഴ്സ് 1/2 ആണ്. ഇത്രയേ ഉള്ളൂ. റെഡി ആണല്ലോ? സൈൻ ഇൻവേഴ്സ് -x എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ ഇൻവേഴ്സ് x ആണ്. സോ മൈനസ് സൈൻ ഇൻവേഴ്സ് 1/2. എന്താ സൈൻ ഇൻവേഴ്സ് 1/2? മൈനസ് അവിടെ ഉണ്ട് കേട്ടോ.
സൈൻ ഇൻവേഴ്സ് 1/2. സൈൻ ഏതാണ് 1/2? സൈൻ 30 ഡിഗ്രി അല്ലേ 1/2? സൈൻ 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ സൈൻ π/6 ആണ് 1/2. സൈൻ 30 ഡിഗ്രി സൈൻ π/6 ആണ് 1/2. സോ സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് പറഞ്ഞാൽ എന്താ? യെസ്, π/6. സോ മൈനസ് π/6 ഈസ് ദ ആൻസർ. വെരി സിമ്പിൾ 1 മാർക്ക് ക്വസ്റ്റ്യൻ. സെറ്റ് ആണോടാ? റെഡി ആണല്ലോ? സെറ്റ് ആണല്ലോ? യെസ്. സോ അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് ചെയ്യാം. ഒറ്റ ക്വസ്റ്റ്യനും കൂടി ചെയ്യാം. പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോട്ട് ഇൻവേഴ്സ് -1/√3. കോട്ട് ഇൻവേഴ്സ് സൈനും കോസും ടാനും ചെയ്യുമ്പോൾ പെട്ടെന്ന് കിട്ടും. കോട്ട് വരുമ്പോഴോ? കോട്ട് എന്ന് പറഞ്ഞാൽ ഏതിന്റെ റെസിപ്രോക്കൽ ആണെന്ന് ആലോചിച്ചാൽ മതി. കോട്ട് ഏതിന്റെ റെസിപ്രോക്കലാ? അപ്പൊ മക്കളെ ശ്രദ്ധിച്ചോ. കോട്ട് ഇൻവേഴ്സ് -1/√3. 1/√3. അപ്പൊ ആദ്യം മനസ്സിലാക്കുക, കോട്ട് ആണെങ്കിൽ കോസിക് കോട്ട്, കോസിക് കോട്ട്, കോസിക് കോട്ട്. അപ്പൊ കോട്ട് അതിലുള്ളതാണെങ്കിൽ പൈ മൈനസ് അല്ലേ വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് എക്സ്. പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് 1/√3. 1/√3 that is equal to പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് എക്സ്. അപ്പൊ കോട്ട് ഏതാ? 1/√3. കോട്ട് ഇൻവേഴ്സ് 1/√3 എന്ന് പറഞ്ഞാൽ കോട്ട് എന്തിന്റെ റെസിപ്രോക്കലാ? കോട്ട് എന്തിന്റെ റെസിപ്രോക്കലാ? ടാനിന്റെ റെസിപ്രോക്കലാ. അപ്പം 1/3 നേരെ റെസിപ്രോക്കൽ എടുക്കുക. കോട്ട് ഇൻവേഴ്സ് 1/3 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? ടാൻ ഇൻവേഴ്സ് √3/1. റെഡി ആണല്ലോ? കോട്ട് ടാനിന്റെ റെസിപ്രോക്കൽ ആണ്. സോ കോട്ട് ഇൻവേഴ്സ് 1/x എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. സോ ഇതാ കോട്ട് ഇൻവേഴ്സ് 1/√3 എന്ന് പറഞ്ഞാൽ എന്താണ്? ടാൻ ഇൻവേഴ്സ് √3/1. √3/1 എന്ന് പറഞ്ഞാൽ √3 തന്നെയാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് √3. ടാൻ ഇൻവേഴ്സ് √3 ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് ടാൻ ഇൻവേഴ്സ് √3? മക്കളെ, ടാൻ ഇൻവേഴ്സ് √3. ടാൻ എപ്പോഴാ √3 ആവാ? ടാൻ എപ്പോഴാ √3 ആവാ? ടാൻ 60 ഡിഗ്രി അല്ലേ √3? ആ ടേബിൾ പഠിക്കണം കേട്ടോ. 30, 45, 60 കൃത്യമായി പഠിക്കാത്ത കുട്ടികൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു മാർക്ക് പോലും കിട്ടൂല. അപ്പൊ അത് നല്ല ക്ലിയർ കട്ടായിട്ട് പഠിച്ചു വെച്ചോ. അത് പഠിക്കാതെ യെസ് ഒരു രക്ഷയില്ല. സൈന് കോസ് ടാനിക് ടേബിളൊക്കെ നമ്മൾ ബാച്ചിലെടുത്തപ്പോൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള രീതിയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. സമകളെ, അപ്പൊ നോക്കിക്കോ, ടാൻ ഇൻവേഴ്സ് √3. അപ്പൊ ടാൻ √3 വരുന്നത് ഏത് ആംഗിളിലാ? 60 ഡിഗ്രിയിലാണ്, 60 ഡിഗ്രിയിലാണ്, π/3യിലാണ്. അപ്പോ ടാൻ ഇൻവേഴ്സ് √3 എന്ന് പറഞ്ഞാൽ π/3. സോ പൈ മൈനസ് π/3. ടാൻ π/3 ആണ് √3. സോ ടാൻ ഇൻവേഴ്സ് √3 എന്ന് പറഞ്ഞാൽ π/3. ഇത്രയേ ഉള്ളൂ. സോ പൈ മൈനസ് π/3 ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി നേരത്തെ ചെയ്ത പോലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 3 × പൈ, 3π മൈനസ് 1 × പൈ, പൈ ഡിവൈഡഡ് ബൈ 3π മൈനസ് പൈ ഡിവൈഡഡ് ബൈ നേരെ 1 × 3, 3 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 3π മൈനസ് പൈ എന്ന് പറഞ്ഞാൽ 2π ആണ്. സോ 2π/3, 2π/3 ഈസ് ദ ആൻസർ. സെറ്റ് ആണല്ലോ? യെസ്. സോ മക്കളെ, എന്റെ മക്കൾ ഒരിക്കലും ഈ ടോപ്പിക്കിൽ നിന്ന് മാർക്ക് കളയരുത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമന്റ് ചെയ്യണം. സോ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് ടാൻ ഇൻവേഴ്സ് -1? ഇതിന്റെ ആൻസർ എന്താ എന്നുള്ളത് സ്വന്തമായിട്ടൊന്ന് ചെയ്തിട്ട് എന്റെ എല്ലാ മക്കളും ഒന്ന് കമന്റ് ചെയ്യണം. അതുപോലെ ഇനി ബാക്കി എക്സ്ട്രാ ഒരുപാട് ക്വസ്റ്റ്യൻസുമായിട്ട് സാറും ലത്തീഫ് സാറും AK സാറും രാത്രി ലൈവിൽ വരുന്നുണ്ടാവും. അതായത് 7 മണിക്ക് ലൈവിൽ വരുന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ രാവിലെ മോർണിംഗ് ബൂസ്റ്റർ ഉണ്ടാവും. സോ അതിലും അടിപൊളിയായിട്ട് ഒരുപാട് എക്സ്ട്രാ ക്വസ്റ്റ്യൻസുമായിട്ട് വരും. എക്സാമിന് വരാൻ പോകുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. സോ നമ്മളെ അതിൽ ജോയിൻ ചെയ്യുക. ആരും മറക്കണ്ട. ഓൾ ദി ബെസ്റ്റ്.